വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടില് അപരന്മാര്, ചതിയന്മാര്, ജനങ്ങളെ വഞ്ചിക്കുന്നവര്, ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവര്, കള്ളം പറയുന്നവര്, ഇവർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഇനി ഹോട്ടലിൽ മോശം ഭക്ഷണമാണെങ്കിൽ അത് പരിശോധിക്കാൻ വന്ന് അവരെ ശിക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ശിക്ഷകൾ അനവധി നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിൽ എപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നൊരു വർഗമുണ്ട്, സിനിമക്കാർ. സിനിമക്കാരുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മൾ ചില സത്യങ്ങൾ അറിയണം. നമ്മളെ കള്ളത്തരം പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയണം. ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ മഞ്ജുവാരോ അതുമാതിരിയുള്ള നടന്മാരും നടികളും പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ട് ഈ പരസ്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ കേസ് കൊടുത്ത് ശിക്ഷിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്നതുപോലെ തന്നെയാണ് ഇവിടെ സിനിമകൾ കാണാൻ ചതിയിലൂടെ പ്രേരിക്കുന്നത്. അത് സൂപ്പർ ഹിറ്റ് സിനിമയാണ്, ഇതുവരെ കാണാത്ത സിനിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ പറ്റിക്കുമ്പോൾ അതിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഞാനല്ല. ഫിലിം സൊസൈറ്റികൾ സജീവമായിരുന്ന കാലഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചില മുകുളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏത് സിനിമ ഇറങ്ങുമ്പോൾ, സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ ഇറങ്ങുമ്പോൾ ഫാൻസുകാരുള്ളവര് പ്രൊഡ്യൂസറുടെ ചെലവിൽ ആദ്യത്തെ 3 ദിവസം നിങ്ങൾക്ക് വേണ്ടി പരിശോധിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. തിയേറ്ററുകളിൽ ആദ്യത്തെ 3 ദിവസം പ്രൊഡ്യൂസറുടെ ചെലവിലാണ് ടിക്കറ്റുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട്. അപ്പൊ ആ 3 ദിവസം എന്ന് പറയും മിനിമം എത്ര ഷോ ഉണ്ടായിരിക്കും, അത്ര ഷോയ്ക്ക് എത്ര ലക്ഷം രൂപയാണ് ഇവര് കയ്യിൽ നിന്ന് ഈ നിർമ്മാതാവ് കൊടുക്കേണ്ടത്? എന്തിന്? ഹൗസ്ഫുൾ ബോർഡ് വെക്കാൻ വേണ്ടി. ഇതുകൊണ്ട് നിർമ്മാതാവിന് ഗുണമില്ല, ഇതുകൊണ്ട് ഗുണമുണ്ടാവുന്ന സൂപ്പർ സ്റ്റാറുകൾക്കാണ്. അവരുടെ മുഖോട്ടം ഹൗസ്ഫുള്ളായി പോകുന്നു. ഷൂട്ടിംഗ് തുടങ്ങി, സിനിമ തുടങ്ങി 2ാമത്തെ ദിവസം ഇവരെന്താ വയ്ക്കുന്നത്? 50 കോടി കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ ദിവസം 100 കോടി കഴിഞ്ഞിരിക്കുന്നു. കോടി ക്ലബ്ബ് വിട്ട് ഒരു കളിയിപ്പില്ല. നമ്മൾ ആലോചിച്ച് നോക്കും, മലയാള സിനിമ 100 വർഷം 100 വർഷം കഴിയാൻ പോവാണ്. ആദ്യ കാലഘട്ടത്തിൽ നിർമ്മാതാക്കള് സിനിമയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അവർ നല്ല സിനിമ എടുക്കുന്നു, നല്ല നോവൽ എടുക്കുന്നു, സിനിമയാക്കുന്നു. സിനിമ നഷ്ടമുണ്ടാകാൻ ലാഭമുണ്ടാകാം. ഒരു നിർമ്മാതാവും തങ്ങളുടെ കണക്കുകൾ നിരത്തിയിട്ടില്ല. എന്തിന് നിരത്തണം? ആരുടെ പേർക്കാണ് കണക്കുകൾ നിരത്തേണ്ടത്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കണക്കുകൾ നോക്കുന്നത് ആരെപ്പോഴും ടാക്സിന്റെ സമയത്ത് മാത്രമല്ലേ? ടാക്സ് പരിശോധിക്കേണ്ട സമയത്ത് മാത്രമാണ് കണക്കുകൾ ഹാജരാക്കിയിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ സിനിമ കോടി ക്ലബിൽ ചേർന്നിരിക്കുന്നു. ഈ കോടി ക്ലബ് തെറ്റാണ്, ചതിയാണ്, വഞ്ചനയാണ് എന്ന് പലർക്കും അറിയാം. അതിന്റെ രഹസ്യമുണ്ട്. എന്തിനാണ് ഇവര്? ആരെ ബോധിപ്പിക്കാനാണ്? ഇപ്പൊ കോടി ക്ലബിൽ ചേർന്നുകൊണ്ട് ഈ പ്രേക്ഷകർക്ക് എന്താണ് ഗുണം? അപ്പോ ആദ്യത്തെ 3 ദിവസം ഒരു ഹൗസ് ബോർഡ് വെക്കുമ്പോൾ സിനിമ കാണാൻ ചിലവ് തിരിച്ചു പോരുന്നു. എന്താണ് നിങ്ങൾ തിരിച്ചു പോരുന്നത്? അയ്യോ, ആ സിനിമ ഹൗസ്ഫുൾ ആണ്, കടക്കാൻ വയ്യ, സൂചി കുത്താനിടവില്ല എന്നൊക്കെയാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്. പലപ്പോഴും സിനിമ കാണാതെ എപ്പോഴും ആ തിയേറ്ററിലേക്ക് നോക്കിയാൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പുറത്ത് മാത്രമാണ് ഹൗസ്ഫുൾ ബോർഡ്. അടുപ്പമുള്ളവര്, തിയേറ്ററുമായി പരിചയമുള്ളവര്, നിങ്ങൾ പല തിയേറ്ററിൽ ചോദിച്ചു നോക്കൂ, അവർ പറയും ഫുള്ളല്ല, നഷ്ടമാണ് എന്നുള്ളത്. നിർമ്മാതാക്കളോട് ചോദിച്ചു നോക്കൂ, ഈ സിനിമ ഇത്ര കോടി നഷ്ടമാണെന്നുള്ളത്. നഷ്ടമില്ലാത്ത ആർക്കാണ്? ഇവിടെ അഭിനേതാക്കൾക്ക് മാത്രമാണെന്ന് ആലോചിക്കണം. അവർ ക്ലീനാണ്. അവരുടെ പണം കോടികൾ അവർ വില പറഞ്ഞു വാങ്ങും. കോടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂട്ടി മോഹൻലാൽ അതുപോലുള്ള ആൾക്കാരുടെ വലിയ കോടികളാണ് മേടിക്കുന്നത്. അവിടെ ജനങ്ങളെ സഹായിക്കാനൊന്നുമല്ല, സിനിമ അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നല്ല. അവര് എത്ര കിട്ടിയാലും അവർക്ക് മതിയാകില്ല. ഇത് ഒരു മമ്മൂട്ടിയെ മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ല, സിനിമാ രംഗത്തുള്ള മിക്ക പേരും ചെയ്യുന്ന ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒരു ഐസ്യുവിൽ തീരുന്ന ജീവിതമാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഒന്ന് കാലിടറി വീണ് പോകുന്ന ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത്.
പിന്നെ ഈ കോടികൾ കഴുത്ത് അറുത്ത് സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ സിനിമക്കാരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ പുതിയൊരു ചോദ്യമാണ് ഇനി ചോദിക്കേണ്ടത്. കാരണം വഞ്ചനയ്ക്ക് ഇന്നേ വരെ സിനിമാക്കാരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് ചതിയല്ലേ? ഓടാത്ത സിനിമ, മോശമായ സിനിമ സൂപ്പറാണ് ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയെല്ലാം ബോർഡുകൾ വെച്ച് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവിടെ പ്രാക്ക് കേൾക്കുന്ന ശിക്ഷ കൊടുക്കാറുണ്ടോ? അങ്ങനെ അന്വേഷണം വേണം. ഒറ്റ കാര്യമേ എനിക്ക് ഇതിന് അനുബന്ധമായി പറയാനുള്ളൂ. മുൻപ് ഇവിടെ ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തരം കോടി ക്ലബുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കൃത്യമായി കണക്കെടുത്ത് പറഞ്ഞിരുന്നു, ഇവിടെ ഇത്രയും സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കോടി ക്ലബിലുണ്ടെങ്കിലും 1-2 സിനിമ കണക്കുകൾ വെച്ച് പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ അവിടെ വാക്ക് തർക്കമായി സുരേഷിനെ ഒറ്റപ്പെടുത്താൻ നോക്കി. നിർത്തി. പോരാ, തുടങ്ങണം. എല്ലാ മാസവും ഈ ഓടുന്ന സിനിമയുടെ റിപ്പോർട്ടുകൾ, കളക്ഷൻ റിപ്പോർട്ടുകൾ, ഫിലിമിന്റെ നിർമ്മാതാക്കളുടെ സംഘടന, വിതരണക്കാരുടെ സംഘടന ഇതെല്ലാം കൃത്യമായിട്ട് ബോധിപ്പിക്കണം. കാരണം കള്ള നാണയങ്ങൾ ഇതൊക്കെയാണ്. ഈ സിനിമകളൊക്കെ പരാജയമാണെന്ന് ഇനിയെങ്കിലും പരസ്യപ്പെടുത്തണം.